ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം ഞാൻ രാവിലെ മോൻ പോയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് തന്നെ. ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ. അവൾ വന്നത് രാവിലെ അവളുടെ ഫോൺ ഇവിടെ വെച്ച് മറന്ന് അത് മേടിക്കാനും പിന്നെ മീൻ പോന്നോന്ന് ചോദിക്കാനും വേണ്ടിയിട്ടാണ് അവൾ വന്നത്. അങ്ങനെ മോൻ പോയതിന് ശേഷം ഞാൻ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് അടിച്ചു വാരി. ഇന്നലത്തെ കാറ്റ് കാരണം മുറ്റം നിറയെ കരിയിലായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയായി. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരുടെ മീൻ മേടിക്കാൻ പോയത്. അങ്ങനെ മീനൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഒന്ന് കയറണമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ഞാൻ പിന്നെ 1 കിലോ മുളകും കൂടി മേടിച്ച്. ഇനിയിപ്പോൾ ഓണമാകുമ്പോൾ എന്തായാലും മുളക് പൊടിപ്പിക്കണമല്ലോ. അന്നേരം മുളകിന് ലോകത്തില്ലാത്ത വിലയുമാണ്. ഇന്നാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ അങ്ങ് പൊടിപ്പിക്കാമല്ലോ എന്ന് വെച്ച് അങ്ങനെ ഞാനും 1 കിലോ മുളക് മേടിച്ച്. ഇവിടെ കുറച്ച് മുളക് പൊടി ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ മേടിച്ചുള്ളൂ. 1 കിലോ മുളകേ മേടിച്ചുള്ളൂ. അങ്ങനെ അത് കൈയോടെ തന്നെ ഞാൻ കഴുകി ഉണക്കാനിട്ട്. എപ്പോഴാണ് ക്ലൈമറ്റ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. മോൻ വൈകിട്ട് വരുമ്പം പിന്നെ അവൻ കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ട് വരും മുളക്. ഞാൻ കിളിമീനും കോര പോലിരിക്കുന്ന ഒരു മീനുമാണ് മേടിച്ചത്. ഞങ്ങളുടെ ഇവിടെ കിളിമീൻ ചെങ്കലവ എന്നാണ് പറയുന്നത്. ഇപ്പം മുരിങ്ങയ്ക്കായ്ക്ക് വിലക്കുറവായതുകൊണ്ട് ഞാനും അവളും കൂടെ 1 കിലോ മുരിങ്ങയ്ക്കായ് മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും പകുത്തെടുത്ത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീരാറായായിരുന്നു. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 1/4 കിലോ വെളുത്തുള്ളിയും 1/4 കിലോ ഇഞ്ചിയും കൂടെ മേടിച്ച്. പിന്നെ 1.5 കിലോ കപ്പയും മേടിച്ച്. അവിടെ മാർക്കറ്റിൽ മീൻ മാത്രമല്ല പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം കിട്ടും. അത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. നമുക്ക് കടയിൽ മേടിക്കുന്നതിനൊക്കെ നല്ല ചീപ്പായിട്ട് കിട്ടും.
ഞാൻ സാധാരണ മീൻ വെട്ടുന്നത് കിച്ചണിൽ വെച്ച് തന്നെ. ഇപ്പോൾ പുറത്ത് വെച്ച് വെട്ടുന്ന ഈ മീൻ ഭയങ്കര ചെതുമ്പലല്ലേ, അപ്പോൾ തെറിച്ച് അവിടെ എല്ലാം ആവും. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുവച്ച് വെട്ടുന്നത്. ഞാൻ മീൻ വറുക്കാനായിട്ട് എടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കുരുമുളക് പൊടി അല്പം കൂടുതൽ ചേർക്കും മീൻ വറുക്കാൻ ഞങ്ങൾ. ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. അന്നൊരു സാറ്റർഡേ ആയിരുന്നു. അന്ന് മോന് ഹാഫ് ഡേയാണ്. അപ്പോൾ അവന് ഫുഡ് ലഞ്ച് കൊണ്ടുപോകണ്ട. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചുകൊണ്ട് പോയിട്ട് ഉച്ചയ്ക്ക് ഒരു 2-2:30 ആകുമ്പോഴത്തേക്കിനും അവൻ വരും. അന്നേരം വീട്ടിൽ വന്ന് കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പതിയെ ലഞ്ചൊക്കെ റെഡിയാക്കിയാൽ മതി. അങ്ങനെ അവൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പോയി. ഞാനും അവനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. എനിക്കും മോനും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും പപ്പടമായിരുന്നു. അവന് ഞാൻ സേമിയ ഉപ്മാവ് ഉണ്ടാക്കി കൊടുത്തു. അവന് പിന്നെ അരി കൊണ്ടുള്ള ഒരു പലഹാരങ്ങളും ഇഷ്ടമല്ല. ആകെ കഴിക്കുന്നത് ദോശ മാത്രം അരി കൊണ്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അവൻ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് പോയി. അവൻ്റെ വീട്ടിലോട്ട്. അവൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 10-11 കിലോമീറ്റർ. സാധാരണ ഞങ്ങൾ മോൻ അവധിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. ഇന്ന് മോന് ക്ലാസ്സുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോകാഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ പോയിട്ട് വന്നെങ്കിൽ വൈകിട്ട് വരും, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അവന് കപ്പയും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ പോയി മീനൊക്കെ വാങ്ങി വെച്ച് കപ്പയൊക്കെ വാങ്ങി വെച്ചത്. അവൻ പോയെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കിന് ഇനി വരും. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കത്തുള്ളൂ. അതിന് മുമ്പായിട്ട് പിന്നെ മോനും വരും. അതിന് മുമ്പായിട്ട് ഉച്ചക്കലത്തെ ഫുഡെല്ലാം ഉണ്ടാക്കണമല്ലോ.
എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് കേട്ടോ. കപ്പയും മീൻ കറിയും മീനും മോരും എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചില നേരത്ത് തോന്നിപ്പോവും ഇത്രയും ബെസ്റ്റ് കോമ്പിനേഷൻ വേറെ ഇല്ലയെന്ന്. അരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഹസ്ബൻഡ് അവൻ എല്ലാ വീക്കെൻഡിലുമാണ് വരുന്നത്. അപ്പോൾ അവൻ ഇതുപോലുള്ള നാടൻ ഫുഡ് കഴിക്കാനാണ് കൂടുതലിഷ്ടം. അതുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോലി. അങ്ങനെ മീനൊക്കെ വറുത്തതിന് ശേഷം ഇന്നലത്തെ ചോറ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത്. അവന് കപ്പയും മീൻ കറി മാത്രം മതി, അവൻ ചോറ് കഴിക്കത്തില്ല കപ്പയുണ്ടെങ്കിൽ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് അവൻ്റെ കോൾ വരുന്നത്. അവൻ വരാൻ വൈകും, നീ ഫുഡ് കഴിച്ചോന്നും പറഞ്ഞു. പിന്നെ ഞാനങ്ങ് ഫുഡ് കഴിച്ചു. കപ്പയും മീൻ കറിയും മോരും ഒക്കെ കൂട്ടി കുശാലായിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.